CPM സംസ്ഥാന സമിതി അംഗം ചിന്ത ജെറോമിനെ കാറിടിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. പരാതിയിൽ പോലീസ് കേസെടുത്തു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് സംഭവത്തിന് പിന്നിലെന്ന് LDF ആരോപിച്ചു. ചിന്ത ജെറോമിന് നേരെ നടന്ന അക്രമസംഭവത്തിൽ KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഫൈസൽ, സെയ്ദലി എന്നിവർക്കെതിരെ വധശ്രമം, ഗൂഢാലോചന, അസഭ്യം പറയൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. പ്രതികൾക്ക് ചിന്തയുമായുള്ള രാഷ്ട്രീയ വിരോധം കാരണം ആക്രമണം നടത്തിയെന്നാണ് കേസ്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിക്ക് തിരുമുല്ലാവാരം കടപ്പുറത്ത് ചാനൽ ചർച്ച കഴിഞ്ഞ് മടങ്ങാൻ ശ്രമിക്കുന്നതിനിടെ സെയ്ദലി മനപൂർവ്വം കാർ പിന്നോട്ടെടുത്ത് ഇടിപ്പിച്ചെന്നും ഫൈസൽ അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നുമായിരുന്നു പരാതി. പരിക്കേറ്റ ചിന്ത ജെറോം ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാർ പിന്നോട്ടെടുത്തപ്പോൾ അബദ്ധത്തിൽ ചിന്തയുടെ ദേഹത്ത് മുട്ടിയതാണെന്നാണ് യൂത്ത് കോൺഗ്രസ് വിശദീകരണം. അതേസമയം LDFന്റെ നേതൃത്വത്തിൽ ചിന്നക്കടയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് വൈകുന്നേരവും ഒരു സ്കാൻ MRI സ്കാൻ നടത്തേണ്ടി വരുന്നുണ്ട്. കാരണം ഡോക്ടർമാർ എല്ലാ തരത്തിലും സൂക്ഷ്മമായി പരിശോധിക്കുകയാണ്. അപ്പോൾ NS ആശുപത്രിയിൽ വളരെ സൂക്ഷ്മമായ പരിചരണം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് സഖാക്കൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വ്യാകുലപ്പെടേണ്ടതില്ല. പിന്നെ പറയാനുള്ളത്, ആസൂത്രിതമായ ആക്രമണം ഈ പ്രസ്ഥാനത്തിൻ്റെ പല തലത്തിലുള്ള നേതാക്കന്മാർക്കുമെതിരായി നടത്തുകയാണ്. അത് കേരളത്തിലെ വിജയകുമാർ അധ്യക്ഷനായിരുന്നു. മന്ത്രി KN ബാലഗോപാൽ, K വരദരാജൻ, S സുദേവൻ, പ്രസന്ന എണസ്റ്റ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.